ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് എല്ലാം ശുഭമാകാൻ നാം ചെയ്യേണ്ടതോ വെരി സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒരു വചന സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ശുഭമാകണം. അതിന് വലിയ ബ്രഹ്മാണ്ഡം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ചില കാര്യങ്ങൾ അത് ശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ വെരി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൂടെ ഈ ഒരു കാര്യം സാധ്യമാകും എന്നുള്ളത് വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുന്നവർക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റും. കാര്യം വെരി സിമ്പിൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ അത് വലിയ സ്നേഹത്തോടു കൂടി ചെയ്യാൻ പറ്റും. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അഹങ്കാരികൾക്ക് ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ബ്രഹ്മാണ്ഡം കാര്യങ്ങൾ ചെയ്യണം. ഇനി അതിനടുത്ത പേരും പ്രശസ്തിയും അവർക്കുണ്ടാകണം. അങ്ങനെ അതിനുവേണ്ടി മാത്രം നോക്കി പോകുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഇവിടെ ഫ്രാൻസിസ് സാലസ് പറയാണ്, നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാൻ പറ്റും. അതിനുള്ള വഴി, സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് ചെയ്യണം? നീ ചെയ്യുന്ന സകല കാര്യങ്ങളും വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുക. വീണ്ടും നമ്മൾ 1 കൊരിന്തോസ് 10:31 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തോ ആകട്ടെ, എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. ആ ഒരു കാര്യം ചെയ്താൽ നിനക്ക് എല്ലാം ശുഭമാകും, നിനക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റും, സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാതലായ സന്ദേശം. മറ്റൊരു വചനഭാഗം നമുക്കെടുക്കാം. അത് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വചനം. പുരോഹിതന്റെ ആശീർവാദം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഞാൻ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, പുരോഹിത, നീ ഇത്രയും ചെയ്താൽ മതി, നീ ജനത്തെ അനുഗ്രഹിച്ച് ഇത്രയും ചെയ്താൽ മതി, ഇത്രയും പറഞ്ഞാൽ മതി. 2-3 സിമ്പിൾ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിനക്ക് സമാധാനം തരട്ടെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. ഇത്രയും പറഞ്ഞാൽ മതി, അവർ അനുഗ്രഹിക്കപ്പെടും. ഇത് എത്ര പുരോഹിതര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇത് എത്ര വിശ്വാസികൾ മനസ്സിലാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്? എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ വിശുദ്ധ കുർബാന നന്നായിട്ട് അർപ്പിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര സ്വീകാര്യമല്ല. അത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യം, അല്ലെങ്കിൽ ആർക്കും പറയാവുന്ന കാര്യങ്ങളല്ലേ? അതൊക്കെയാണോ പ്രധാനപ്പെട്ടത്? ഇതേ വ്യക്തികളോട് നമ്മൾ ഇച്ചിരി കട്ടിപ്പണി പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സന്തോഷം. നിങ്ങൾ വേണമെങ്കിൽ 9 ദിവസം 9 മിനിറ്റ് ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിക്ക്, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതൊക്കെ ഭയങ്കര സ്വീകാര്യമാണ്. ഇവിടെ ഒരു കർത്താവ് വചനത്തിൽ നൽകിയിരിക്കുന്ന സന്ദേശം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പുരോഹിത, നീ ഇത്രയും പറഞ്ഞാൽ മതി, നീ ദൈവജനത്തെ അനുഗ്രഹിച്ച് ഇത്രയും പറഞ്ഞാൽ മതി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരട്ടെ, ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് നേട്ടം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾ ജനിപ്പിക്കുന്ന മറ്റൊരു വചനഭാഗമുണ്ട്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. നാമാൻ, കുഷ്ഠരോഗിയായ നാമാൻ, അവന് സൗഖ്യം പ്രാപിക്കാനായിട്ട് ഇസ്രായേലിലേക്ക് വരുന്നു. ഇനി അവിടെ നമ്മൾ കാണുകയാണ്, എലീഷ പ്രവാചകൻ, അവര് വിവരം കിട്ടി. എലീഷ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഒരാളെ പറഞ്ഞു വിട്ടു, ദൂതനെ പറഞ്ഞു വിട്ടു, അവനോട് ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങണം. നാമാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നാമാൻ പ്രതീക്ഷിച്ചത് ചില വലിയ കാര്യങ്ങൾ, അവൻ കൈവീശി എൻ്റെ കുഷ്ഠം ശാസിച്ച് മാറ്റണം, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നേ. പക്ഷെ ഇവിടെ നാമാനെ ഒന്ന് കാണാൻ പോലും വന്നില്ല. ഒരു സന്ദേശം കൊടുത്തു വിട്ടതേ ഉള്ളൂ, നീ ഇന്ന കാര്യം ചെയ്യുക, ഒരു നിർദ്ദേശം. അവന് കുപിതനായി. പക്ഷെ അവൻ്റെ കൂടെ നിന്നവർ പറഞ്ഞു, ഇത്രയും സിമ്പിൾ കാര്യമല്ലേ, അതങ്ങോട്ട് അനുസരിക്കേ. അവസാനം അവൻ അനുസരിച്ചു. എന്തായിരുന്നു റിസൾട്ട്? അവൻ്റെ ചർമ്മം, കുഷ്ഠരോഗം മാറിയത് മാത്രമല്ല, അവൻ്റെ ചർമ്മം ശിശുക്കളുടെ ചർമ്മം പോലെ അത്രയും മൃദുലമായി. ചെയ്തത് വെരി സിമ്പിൾ, പക്ഷെ അവന് കിട്ടിയ അനുഗ്രഹം എത്ര വിപുലം എന്നുള്ളത് ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇതുപോലെ എല്ലാം ശുഭമാകാൻ ദൈവമക്കളായി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ അനുഗ്രഹം കിട്ടിയ പല സംഭവങ്ങൾ ബൈബിളിൽ നമുക്കുണ്ട്. ഈ നാമാൻ്റെ കാര്യം മാത്രമല്ല, അതോട് ചേർന്ന് പോകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് എടുക്കാം. ലൂക്ക 23:42, നല്ല കള്ളൻ്റെ കാര്യം. നാഗപ്പാടെ പറഞ്ഞ എന്താ? എന്നെയും കൂടി ഒന്ന് ഓർക്കണം. അതിന് പ്രതിഫലമായിട്ട് കിട്ടിയത് എന്താ? നീ ഇന്ന് എൻ്റെ കൂടെ പർദീസായിലായിരിക്കും. ചെയ്തത് വെരി സിമ്പിൾ, പക്ഷെ അവന് കിട്ടിയത് വൻ നേട്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൂക്ക 22:62 വായിച്ചാലോ, പത്രോസ്, അവന് മനമുരുകി
കരഞ്ഞു. സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഒന്ന് കരഞ്ഞു, ഉള്ളൊരുങ്ങി അവൻ കരഞ്ഞു. ഇനി അവൻ്റെ സകല പാപങ്ങളും ക്ഷമിച്ച് മറന്ന് അവനെ വീണ്ടെടുക്കുന്ന ദൈവത്തെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:9 വായിച്ചാൽ പൗലോസ്ലീഹ ശൗലായിരുന്ന കാലത്ത് അവൻ ചെയ്തൊരു കാര്യം, ഒരു സ്ഥലത്തിരുന്നു, 3 ദിവസം വേറൊന്നും കണ്ടില്ല, 3 ദിവസം ഒന്നും ഭക്ഷിച്ചില്ല, 3 ദിവസം ഒന്നും കുടിച്ചില്ല. അവന് കിട്ടിയ അനുഗ്രഹം വെച്ച് നോക്കുമ്പോൾ വെരി സിമ്പിൾ, 3 ദിവസത്തെ കാര്യം. അതിനകത്ത് നാം പുറത്തു വന്നത് പൗലോസായിട്ടാണ്, സാവൂൾ പൗലോസായിട്ട്. പിന്നെ എത്ര തീഷ്ണമതിയായിട്ടാണ് അവൻ ഓടി നടന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ 19 വായിച്ചാൽ സക്കേവൂസ് ചെയ്തൊരു കാര്യം, സിക്കമോർ മരത്തിലൊന്ന് കയറാൻ അവൻ മനസ്സ് കാണിച്ചു. അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു പ്രവൃത്തി മൂലം. ലൂക്കാ 7:36 മുതൽ വായിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നൊന്ന് കരഞ്ഞു, അവളുടെ കണ്ണുനീര് കൊണ്ട് ആ പാദങ്ങൾ കഴുകി അവള് രക്ഷ പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവളെക്കുറിച്ച് വലിയ രീതിയിൽ യേശു തന്നെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ 21:1 വചനം എടുത്താൽ ഒരു വിധവ അകപ്പാടയിട്ടത് 2 ചെമ്പ് തൊട്ട് അവളെ കർത്താവ് ഏറ്റെടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. 2 രാജാക്കന്മാർ 2:21 വായിച്ചാൽ എലീഷ ചെയ്തൊരു കാര്യം, ഒരു വാട്ടർ സോഴ്സ്, ജലസംഭരണി, പക്ഷെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അല്പം ഉപ്പ് അതിനകത്തിട്ട് പ്രാർത്ഥിച്ചു, ആ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടു. ആ ഉറവ പിന്നീട് മലിനമായിട്ടില്ല എന്നുള്ളത് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് അവസാനമായിട്ട് എല്ലാം ശുഭമാകാൻ വചനം നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അതുകൂടി സ്വീകരിക്കാം. നിയമാവർത്തനം 28:13 വചനം, കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുക, നിനക്കെല്ലാം ശുഭമായിരിക്കും, നിനക്ക് അധോഗതി വരില്ല. 1 സാമുവേൽ 12:14 വായിച്ചാൽ ദൈവത്തെ ബഹുമാനിച്ച് കൽപ്പനകൾ നീ അനുസരിച്ചാൽ നിനക്കെല്ലാം ശുഭമായിരിക്കും. ദൈവത്തെ ബഹുമാനിക്കുക, കൽപ്പനകൾ അനുസരിക്കുക. പ്രഭാഷകൻ 34:19 വായിച്ചാൽ നീ ദൈവത്തെ സ്നേഹിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ, വിപുലമായ അനുഗ്രഹങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിനക്ക് കോട്ടയായിരിക്കും, ദൈവം നിനക്ക് ഉറപ്പുള്ള പാറയായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നിയമാവർത്തനം 8:1 മുതൽ 4 വരെയുള്ള വചനഭാഗം വായിച്ചാൽ സഹനത്തിലൂടെ പഠിച്ച് പരിപാലനയിൽ നീ നിലനിൽക്കുന്നുവെങ്കിൽ കർത്താവ് നിന്നെ കാത്തു പരിപാലിക്കും. ദൈവപരിപാലന നീ ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 40 വർഷം നിങ്ങൾ മരുഭൂമിയിലൂടെ നടന്നിട്ട് കാല് വീർത്തോ? നിങ്ങളുടെ വസ്ത്രം പഴകിപ്പോയോ? ഇല്ലല്ലോ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചാൽ ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങളെ താങ്ങി നിർത്തും. ഒരു ബോധ്യം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.